إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറത്ത് താഹ 116 അല്ലാഹു സുബ്ഹാനഹു വ തആല നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം വിശദീകരിക്കുകയാണ്. വഇദ് ഖുൽനാ ലിൽ മലായികത്ത് മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം ഉസ്ജുദൂ ലി ആദം ആദം നബി അലൈഹി സ്വലാമിന് നിങ്ങൾ സുജൂദ് ചെയ്യുവിൻ ഫസജദൂ അപ്പോൾ സർവ്വ മലക്കുകളും ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ് ഒഴികെ അവൻ വിസമ്മതിച്ചു. ഫഖുൽനാ അപ്പോൾ നാം പറഞ്ഞു യാ ആദം ഹേ ആദമേ ഇന്ന ഹാദാ നിശ്ചയമായും ഇവൻ ഈ ഇബ്ലീസ് അദുവ്വുല്ലക താങ്കളുടെ ശത്രുവാണ് വലിസൗജിക താങ്കളുടെ ഇണയുടെയും ശത്രുവാണ്. ഫലാ യുഖ്രിജന്നകുമാ നിങ്ങളെ രണ്ടുപേരെയും പുറത്താക്കാതിരിക്കട്ടെ മിനൽ ജന്നത്തി സ്വർഗ്ഗത്തിൽ നിന്നും. ഫതഷ്ഖാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഖേദിക്കേണ്ടിയും വരും. ഈ ഇബ്ലീസ് നിങ്ങളെ സ്വർഗ്ഗത്തിൽ നിന്നും പുറത്താക്കാതിരിക്കട്ടെ, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷ്മത പാലിക്കണമെന്നുള്ള താക്കീതാണ് അല്ലാഹു ആദം നബി അലൈഹി സ്വലാമിന് നൽകുന്നത്. എന്നലക നിശ്ചയമായും നിനക്ക് അല്ലാ തജൂഅ ഫീഹാ അവിടെ വിശക്കാതിരിക്കട്ടെ, വലാ തഅറ നഗ്നത വെളിവാകാതെയും ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മനുഷ്യർക്കേട് വരികയാണെങ്കിൽ മാത്രമാണ് വിശക്കുകയും നഗ്നത വെളിവാകുകയും ചെയ്യുക എന്നാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ. അത് വേറെ സ്ഥലത്ത് അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. നിശ്ചയമായും നീ ലാ തളുമഉ ഫീഹാ അവിടെ ദാഹം അനുഭവിക്കാതിരിക്കട്ടെ, വലാ തൽഹാ അവിടെ ചൂട് വെയിൽ കൊള്ളാതിരിക്കുകയും ചെയ്യാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ തണലാണ്, അവിടെ വെയിലില്ല എന്ന് ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ വെയിൽ കൊള്ളുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ദാഹം അനുഭവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ എന്ന് സ്വർഗത്തിന്റെ വിശേഷണങ്ങൾ പറയുകയാണ്. എന്തെങ്കിലും തരത്തിൽ അനുസരണക്കേട് പ്രവർത്തിക്കുകയാണെങ്കിൽ മാത്രമാണ് അവിടെ നിന്നും പുറത്താകുകയും അങ്ങനെ ഭൂമിയിലേക്ക് വന്നതിന് ശേഷം ഭൂമിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഭൂമിയിൽ വിശപ്പുണ്ടാകും, അതുപോലെ വെയിലുണ്ടാകും, നഗ്നത വെളിവാകും, ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും. സ്വർഗത്തിലും അതുപോലെ അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിച്ചു കഴിഞ്ഞാൽ അതുണ്ടാകാം. അതൊക്കെയാണ് അള്ളാഹുവാണ് അതിനെപ്പറ്റി കൂടുതൽ അറിയുന്നവൻ. ഇത്രയുമാണ് ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. കൃത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി